നമ്മുടെയൊക്കെ വീട്ടിൽ ഇത്തരത്തിലുള്ള പേർഷ്യൻ കാറ്റ്സും ഡോഗ്സും ഒക്കെ ഉണ്ടാവും പെറ്റ്സ് ആയിട്ട്. അത് നമുക്ക് വളരെയധികം മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഇവരിൽ നിന്ന് നമുക്ക് റാബീസിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കണം. അതായത് റാബീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അത് 0721 ഈ ഡേയ്സിലാണ് എടുക്കുക. അതായത് ആദ്യം ഒന്ന് എടുത്തു, പിന്നെ 7ാമത്തെ ദിവസം ഒന്ന് എടുത്തു, അല്ലെ പിന്നെ ഒന്ന് 21ാമത്തെ 28ാമത്തെ ദിവസം എടുക്കുക. ഇതുപോലെ തന്നെ ഈ അനിമൽസിനും ഇയർലി നമ്മൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇതെടുത്താൽ നമുക്ക് റാബീസ് വരാതെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ അനിമൽസിന് ആവശ്യത്തിനുള്ള ഡീവർമിങ്ങും നമ്മൾ ചെയ്യണം. അപ്പോൾ സേഫായിട്ട് ഇങ്ങനെയാണ് നമ്മൾ പെറ്റ്സിനെ വളർത്തേണ്ടത്. വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ് ആയിക്കോട്ടെ, കാറ്റ്സ് ആയിക്കോട്ടെ, നമ്മളെ കയ്യിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാന്തി, അപ്പൊ അതിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോഗ് ഓർ കാറ്റിനെ ഫുള്ളി വാക്സിനേറ്റഡ് ആണെങ്കിൽ മൈൽഡ് സ്ക്രാച്ചസിനെ നമുക്ക് അത്ര പേടിക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ എടുക്കാത്തവരാണെങ്കിൽ സ്ക്രാച്ചും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ജീവികളൊക്കെ അവരുടെ കയ്യിൽ നക്കും. അപ്പൊ ഈ സലൈവ വഴി നമുക്ക് റാബീസ് പകരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അനിമലിനെ നമ്മൾ വാക്സിനേഷൻ കൊടുക്കണം. അതുമാതിരി തന്നെ നമ്മൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കൽ ഇമ്പോർട്ടന്റ് ആണ്. ഫൈൻ.